അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീൻ വറുത്തതിൻ്റെയും അതുപോലെ ആ ഒരു മീൻ കൊണ്ട് വറുത്ത മീൻ കൊണ്ടുള്ളൊരു സൂപ്പർ കറീൻ്റെയും റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഒരു കറിയുടെ അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കറി എന്താ പറയുക, വളരെ കുറച്ച് ഒരു 1-2 സ്പൂണ് കറി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ന് കറി വയ്ക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് എന്താ പറയുക ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്കൊരു ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഒരു ഫിഷ് കറിയും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫിഷ് കറി റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി മാരിനേഷൻ ചെയ്തത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള ഡിഷസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3-4 ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതുപോലൊരു ചെറിയൊരു വാളംപുളിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ വാളംപുളി എടുക്കുന്നുണ്ട്, കുടംപുളി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ മിക്സായി വരുമ്പോൾ. അപ്പോൾ ഇത് കുതിരട്ടെ. അതിന് ശേഷം നമ്മൾ ഇത് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ വട്ടം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ കറിക്ക് വേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ കാഷ്യൂ നട്ട്സ് ആണ്. ഇത് നമ്മൾ ഒരു പിടി കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പിടി അളവിന് എടുത്താൽ മതി. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ മിക്സിയിലൊന്ന് അടിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പുളി, കുടംപുളി നമ്മൾ അതേ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വാളംപുളി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കൈവച്ചൊന്ന് നിരടി അതിൻ്റെ ആ ഒരു പുളി രസമൊക്കെ ആ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് നമ്മൾ മാറ്റിക്കളയാണ് കേട്ടോ. അപ്പോൾ പുളി നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം നമുക്ക് അങ്ങനെ തന്നെ ഫിഷ് കറിയിൽ ആ കുടംപുളിയോട് കൂടെ തന്നെ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ സെറ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയൊരു മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന്, അപ്പോൾ ഞാനിവിടെ മീനെല്ലാം തന്നെ നല്ല പോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുഴുവൻ മീനും നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നില്ല, നമുക്കൊരു സൈഡ് ഡിഷും കൂടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇതിലെ വലിയ പീസൊക്കെ മാറ്റി ചെറിയ കുഞ്ഞു പീസസൊക്കെ നമ്മൾ കറിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഡിഷസ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ആ ഒരു കറി ഇതുപോലെയൊക്കെ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. കൂടാതെ അവരാണെങ്കിൽ ഏത് ഓയിലാണ് അല്ലെങ്കിൽ എന്താണ് അതിൽ ടേസ്റ്റ് മേക്കറായിട്ട് ചേർക്കുന്നതൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി തക്കാളിയൊക്കെ അതേ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്ര മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ, മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ മുളക് പൊടി എടുക്കുന്നത് 1 ടീസ്പൂണിൽ നിറച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു ടീസ്പൂണ്
എന്ന് പറയുന്ന അളവ്. അപ്പോൾ ഇതേ മുളക് പൊടിയൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പുളിവെള്ളം കുടംപുളിയോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് എത്രയാണോ കറിക്ക് ആവശ്യം അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മീൻ മാത്രമാണ് നമ്മൾ കറി വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മീനിൻ്റെ ആ ഒരു കറി എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു കറി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ മീനിൽ ഉപ്പ് ഓൾറെഡി ചേർത്തത് കൊണ്ട് തന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു എണ്ണയൊക്കെ ഒന്ന് നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറി ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷൊക്കെ ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ഈ ഒരു മസാലയിലേക്ക് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിൽ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്, മുളകും അതുപോലെ ഉപ്പും എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള അത്രയും മീൻ നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിത് ഇത്രയും ഫിഷാണ് നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മസാലയൊക്കെ മീനിൻ്റെ മുഴുവൻ ഭാഗത്തും ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മസാലയൊക്കെ കോരി ആ മീനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പുളിയും ആ ഒരു പുളിയുടെ രസവും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ ഒരു ഫിഷിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്നുകൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ ഈ മീനിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ട് മീനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ നട്ട്സും കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ മിക്സിയിൽ അടിച്ച് വെച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ആ ഒരു കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷാണ്, അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോവാതെ, പിന്നെ മസാലയിലും കിടന്നൊന്ന് കുക്കായി വന്നതാണ്, അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ഫിഷ് കറി ഇവിടെ സെറ്റായിരിക്കുകയാണ്, അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഷ്യൂ നട്ട്സും മിൽക്ക് പൗഡറൊക്കെ ചേർത്തതിന് ശേഷം കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി. നമ്മുടെ മീനും ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കുക്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ കറി ഇരിക്കെ കുറച്ച് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഫിഷ് കറിയും ഒക്കെ റെഡിയാണ്. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് കറി നമ്മൾക്ക് ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്